ഇന്നത്തെ കളക്ഷൻസ് കാണുന്നതിന് മുന്നേ നമുക്ക് ഒരു ഗിവ് വേ വിന്നറെ സെലക്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് 15K ആയിട്ടുണ്ട്. മാഷാല്ലാ, നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ കമൻറ്റ് നമ്മുടെ വീഡിയോ മുന്നോട്ട് ഒരുപാട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മൾ ഓരോ 1K ആകുമ്പോഴും നമ്മൾ ഇതുപോലെ ഗിവ് വേ വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതായത് 3 പേരെ ഞാൻ സെലക്ട് ചെയ്യും. ഓരോ കെ ആവുന്നതിലും ഇപ്പം 14K തൊട്ട് 15K ഉള്ളവരിൽ ഞാൻ എല്ലാ വീഡിയോയുടെയും താഴെ കമൻറ്റ് ചെയ്തവരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എല്ലാ വീഡിയോ നോക്കിയിട്ടില്ല. അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലും അവർക്കൊരു ഗിഫ്റ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലും അവർ വന്നിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 പേരെ ഞാനിപ്പോൾ ഡയറക്റ്റ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഇനി ആരൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സജീർ സമദാണ് കേട്ടോ പേര് വരുന്നത്. സജീർ സമദ്. നെക്സ്റ്റ് വരുന്നത് ജസ്ന ഫിദ QLM. നിങ്ങളുടെ ഇമെയിൽ ID ആണ് അവിടെ ആ പേര് കാണുന്നതാണ് കൊടുക്കുക കേട്ടോ. മൂന്നാമത് വരുന്നത് ഷംന മുസ്തഫ PTH എന്നാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇവരൊക്കെ അത്യാവശ്യം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ തുടക്കം മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇതിലുണ്ട്. പക്ഷേ ഇവർക്ക് 3 പേർക്കാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് കാണാം. ഇനി ലോങ് കോട്ട് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ. നല്ല കോട്ട് സെറ്റാണ്. നമ്മൾ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ളൊരു ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പാർട്ടി വെയർ കളക്ഷൻസ് കുറച്ച് ബാക്കി വന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നൈറ്റി ഇനി ആകെ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുള്ളൂ. ആ നൈറ്റിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റിക്ക് നല്ല പോലെ എൻക്വയറി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കൊണ്ടുവരണം. അപ്പം നമുക്ക് ഫസ്റ്റ് കോഡ് സെറ്റ് കാണാം കേട്ടോ. ഇതിൽ ചില സൈസുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് സൈസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സാധാരണ മീഡിയം തൊട്ട് XXL സൈസ് വരെ ഇങ്ങനത്തെ കിട്ടാറുണ്ട്. പക്ഷെ ഇതിൽ ചില സൈസുകൾ മാത്രമൊക്കെ ആയിട്ട് കിട്ടുന്നത്. ഇത് വെറും മീഡിയം സൈസ് മാത്രം കേട്ടോ. കൂടുതലും മീഡിയം ലാർജാണ് ഇത് വന്നിട്ടുള്ളത്. മീഡിയം ലാർജ് സൈസുകാർക്ക് ലോങ് ആയിട്ട് വരുന്നൊരു ഐറ്റംസാണ് കേട്ടോ. അതായത് ജസ്റ്റ് 40, 38 ഉള്ളവർക്ക് ഓക്കെ ആവും. നല്ല ലോങ് കോഡ് സെറ്റാണ്. നല്ല ഇമ്പോർട്ടഡ് സിൽക്ക് ഫാബ്രിക്കാണ്. ടോപ്പിന് 1 സൈഡിലായിട്ടൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫാബ്രിക്കാണ് കേട്ടോ. ഈ റേറ്റിന് ഇടുന്നതിന് നല്ല ഫാബ്രിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെയിലി യൂസിന് നമുക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ഇടാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടാണ്. ഈ ബോട്ട് ഏതിലേക്ക് വേണേലും ഇടാം കേട്ടോ. നല്ല ബോട്ടാണ്. നല്ല സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബോട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതിൻ്റെയൊക്കെ സൈസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടെ. എല്ലാം ഏകദേശം മീഡിയം ലാർജ് തന്നെ വരുന്നത്. ചിലതൊക്കെ XXL 1 കിട്ടുന്നുണ്ടുള്ളൂ തോന്നുന്നുണ്ട്. ഇതിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതിലേക്കൊരു വൈറ്റ് കളർ പെയിൻ്റാണ് വന്നിട്ടുള്ളത്. നല്ല ബോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ ഫാബ്രിക്കൊക്കെ നല്ല സിൽക്ക് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. ഉണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിലേക്ക് ഒന്നും കൂടി ഒരു ഒരു പിസ്ത ഗ്രീൻ്റെ പോലത്തെ കളറാണ് വരുന്നത് കേട്ടോ. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ സെയിം ഈ കളറാണ് വരുന്നത്. ഒരു പിസ്ത ഗ്രീനൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കേട്ടോ.
എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാം. ഇതൊരു XL സൈസ് വരെയുണ്ട് കേട്ടോ. അതുപോലെ മീഡിയം ലാർജ് സൈസിലാണ്. ഇത് അതിൽക്കും ഒന്നും കൂടി ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. അതിനനുസരിച്ച് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഫാബ്രിക്കിന് ക്വാളിറ്റി കൂടും കേട്ടോ. നിങ്ങൾക്ക് രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. സെൻട്രലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ടൊന്നുമില്ല, അടിഭാഗത്ത് വെച്ചിട്ടാണ്. പോക്കറ്റ് ഉണ്ട് ഇതിനും. നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ് പോലത്തെ കളറാണ് അതിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു റെഡ് കളറാണ്. ചെറിയ സൈസ് തന്നെ വരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ മീഡിയം ലാർജ് സൈസുകാർക്ക് പറ്റിയ ഐറ്റംസാണ്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഐറ്റംസുകൾ കാണിക്കാം. ഒരു XXL സൈസ് ഉള്ളവർക്കും XL, ലാർജ് XL, XXL സൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസ് കോഡ് സെറ്റാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുക. നമ്മൾ മുൻപ് കാണിച്ചതാണ്. അത് 2 ഐറ്റംസ് കളറും കൂടി ബാക്കി വരുന്നുണ്ട്. ലിനൻ സ്ലബ് മെറ്റീരിയൽ വരുന്നതാണ്. ഇത് കിട്ടിയവരൊക്കെ ഒരുപാട് നല്ല കമൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ലിനൻ സ്ലബ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കംഫർട്ടബിൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് തന്നെ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്. ബട്ടണാണെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഫിഡിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. നല്ല ഫുൾ സ്ലീവും കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഇത് അതിൻ്റെ ബോട്ടാണ് കേട്ടോ. നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഒരു XXL സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ബ്ലാക്ക് കളറിലാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു പാർട്ടി വെയർ ബാക്കി വരുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ മൽച്ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ലാർജ് സൈസുകാർക്ക് പറ്റിയതാണ് ഇത് കേട്ടോ. മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ഷരാറ ടൈപ്പാണ് വന്നിട്ടുള്ളത്. പലാസോ ടൈപ്പ് ഷരാറ ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഇതില്ലേ നല്ല ഭംഗിയുണ്ട്. ഇതിന് കുറേ മുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്കൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണുമ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ. ഇത് കയ്യിൽ കിട്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്ര തന്നെ ഇതില്ലായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഇതിലൊക്കെ വരുന്ന ഒരു പലാസോ ടൈപ്പാണ്. ലൈനിങ്ങോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത്. ഷാളിലൊക്കെ ഉണ്ടല്ലേ നല്ല പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഇങ്ങനെ വീഡിയോയിൽ കാണും പോലെയല്ല, കളറേ ഡിഫറെൻ്റ് ആണ്. ഇത് ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളറ് അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റികൾ തന്നെ ഉള്ളൂ കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വരുന്നില്ല. ഒരു കളറിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. നല്ല ഗ്രീൻ ഷെയ്ഡുമാണ് കേട്ടോ. നല്ലൊരു പലാസോ ടൈപ്പാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഷാൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സെയിം ആണ്, കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് നിവർത്തുന്നില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന, മൽച്ചന്തേരിയിൽ നിന്ന് സിൽക്ക് ഫാബ്രിക്കും ഒരുപാട് ഫാബ്രിക് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ
ഒരുപാട് കസ്റ്റമർ വാങ്ങി നല്ല നല്ല അഭിപ്രായം പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ലാർജ്, എക്സൽ, മീഡിയം സൈസുകാർക്കും ജസ്റ്റ് ഷേപ്പായി കൊടുത്താൽ മതിയാവും കേട്ടോ. യൂസ് ആക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ബ്രിക്ക് കളറിലാണ് വന്നിട്ടുള്ളത്, അതും ത്രെഡ് വർക്കിലാണ് കേട്ടോ. ഈ ഒരു മൽച്ചന്തേരി ഫാബ്രിക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റംസാണ്. നല്ലൊരു അനാർക്കലി സെറ്റാണ് വന്നിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ ആയിട്ട് എ ലൈൻ ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത്, റൗണ്ട് എലാസ്റ്റിക് ആണ്. അതുപോലെ ഷാള് വരുന്നത് ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കാണാം. നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഇതിൽ ചിലതിന് എക്സലും ചിലതിന് ഡബിൾ എക്സലും അങ്ങനെയായിരുന്നു സൈസ് വന്നിട്ടുണ്ട്. ഇതിന് ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ. 44 ചെസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ഹാൻഡ് വർക്കിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. എൻഡ് പോഷനിലും അതുപോലെ തന്നെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, വിത്ത് ലൈനിങ് ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈനിങ് ഒക്കെ ഉള്ള നല്ലൊരു ബോട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ. നെക്ക് ഭാഗത്തും ടോപ്പിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഷോള് കണ്ടില്ലേ, നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇത്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എക്സൽ, ഡബിൾ എക്സൽ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കാണാം. നമ്മുടെ വത്തിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസാണ്. നല്ല മിറർ വർക്കൊക്കെ കൊടുത്ത് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ, പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല. നല്ല മെറ്റീരിയലാണ്. വത്തിക്കാൻ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയ്പൂർ കോട്ടൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ മസ്ലിൻ്റെ പോലെയാണ് ഏകദേശം വരിക. ബോട്ടൊക്കെ വീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമർ അത് എടുക്കാണ്ടിരുന്നേന്ന് കേട്ടോ. പക്ഷേ കിട്ടിയ കസ്റ്റമറൊക്കെ പറഞ്ഞത് ഇത്രയും വീതിയാണെങ്കിൽ തലയിൽ നല്ല പോലെ നിൽക്കുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ മസ്ലിൻ്റെ ഇത്രയും ഷാൾ കിട്ടുള്ളൂ, ആ ഒരു രീതിയിലാണ് ഷോൾ വരുന്നത്. ജയ്പൂർ കോട്ടയിൽ വരുന്ന ഒരുപാട് വിടുത്ത് കിട്ടൂല കേട്ടോ. ഇത് മീഡിയം വേറെ, ലാർജ് വേറെ, എക്സൽ വേറെ, ഡബിൾ എക്സൽ വേറെ, അങ്ങനെ തന്നെ സൈസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മസ്ലിനൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ്. കോട്ടനും മസ്ലിനൊക്കെ കൂടെ വരുന്നൊരു പോലത്തെ ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു വത്തിക്കാൻ സിൽക്ക് വരുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പാർട്ടി വെയറും കൂടി കാണിക്കാണ്ട് നല്ല മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഇത്. മൽച്ചന്തേരിയിൽ ഒന്നും കൂടി ക്വാളിറ്റി കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതൊരു കോട്ടൺ ടച്ച് ചെയ്യണ മൽച്ചന്തേരി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അനാർക്കലി സെറ്റാണ്. ഡബിൾ എക്സൽ സൈസാണ്. ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും. ഇതിൽ ഹാൻഡ് വർക്കാണെങ്കിൽ ഭയങ്കര നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ. ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടൂല. നല്ല ഷോപ്പിലൊക്കെ നല്ല റേറ്റ് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ.
അത്രയ്ക്ക് ഭംഗിയുള്ളൊരു മെറ്റീരിയലുമാണ്, നല്ലൊരു ഹാൻഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അതും ഓഫ് വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഇവിടെയുള്ള കുറച്ച് നൈറ്റി കളക്ഷൻസ് ബാക്കി വന്നിട്ടാട്ടോ. ഒരുപാട് പീസുകളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നൈറ്റി ഒരുപാട് പേര് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ് നൈറ്റി വന്നിട്ടുള്ളത് കേട്ടോ. നൈറ്റി വിത്ത് ഷോളാണ്. ഈ ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ. എക്സലാണ് സൈസ് വരുന്നത്. അതായത് ലെങ്ത്ത് 60ഉം 48 ചെസ്റ്റും കിട്ടുന്നതാണ് എക്സൽ സൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു നൈറ്റി മാത്രമായിട്ടാണ്, അൽഫൈൻ നൈറ്റിയാണ് വരുന്നത്. ഇതൊക്കെ ഒരുപാട് പേര് മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി മാറ്റി വെക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ ഇട്ടിട്ട് കാണിക്കാമെന്ന് കരുതി. നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനും. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഷോർട്ട് കുർത്തികളാണ്. ലേസ് വർക്ക് വരുന്ന ഷോർട്ട് കുർത്തികളാണ്. ഇനി കുറച്ച് പീസും കൂടെ അതിനുള്ളൂ കേട്ടോ. നല്ലൊരു ഓഫർ റേറ്റിൽ ഇടുകയാണ്. 350 രൂപക്കാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. നല്ലൊരു കോട്ടനാണ്, നമ്മുടെ ജയ്പൂർ കോട്ടയിൽ വരുന്ന ഐറ്റംസാണ്. ലേസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്ലീവിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഓരോ പ്രിന്റ് ഞാനിങ്ങനെ കാണിക്കാം. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ, വളരെ കുറഞ്ഞ ഐറ്റംസുകൾ തന്നെയുള്ളൂ ഇനി വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ നല്ലൊരു റെഡ് മെറൂൺ കളറിലാണ് കൂടുതലായിട്ടും പല പ്രിന്റുകളായിട്ട് മാറി മാറി വരുന്നത് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മെറൂണും ബ്ലാക്കും കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക. പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണം. ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. അതിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം. എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.